SITയുടെ അന്വേഷണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികൾക്ക് ഗുണകരമായിട്ടാണ് ഭവിക്കുക. അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കൈവിലം അണിയേണ്ടി വരും എന്ന ഭയം ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഉറപ്പാണ്, തീർച്ചയായിട്ടും ഉണ്ട്. അയ്യപ്പൻ നമ്മൾ ധരിക്കുന്ന പോലെയല്ല. അയ്യപ്പൻ സർവശക്തനാണ്. EDയുടെ അന്വേഷണത്തിലാണ് അവിടുത്തെ തന്ത്രിയുടെ പണം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. ED പല രാഷ്ട്രീയ നേതാക്കന്മാരും വീടുകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ബന്ധം ഉണ്ടാകാതെ ഇരിക്കത്തക്ക രീതിയിലാണ് MP എന്ന് പറയുന്ന ആളെ ഇത്തരം വിഷയങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സുരേന്ദ്രനും അകത്താവും ഇന്നലെ നാളെ. ചേട്ടാ, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആ ഒരു പറ്റിക്കൽ പരിപാടി അതിങ്ങനെ സംഭവം തുടങ്ങുന്നു. ഓരോരോ കഥകൾ, നമ്മളിപ്പോൾ ഒരു വലിയ കഥയുടെ ഉപകഥകൾ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഉപകഥകളിലേക്ക് ഇങ്ങനെ വന്ന് ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം അടിക്കടി വർദ്ധിക്കത്തക്ക രീതിയിൽ പല അന്വേഷണവും SIT ഇങ്ങനെ നടത്തി പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം ഒരു ഭാഗത്തൂടെ കോടതി നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ED, കേന്ദ്ര ഗവൺമെൻറ് EDയും അന്വേഷിക്കുന്നുണ്ട്. ചേട്ടാ, ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ആയിരുന്നാലും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളവരുടെ യഥാർത്ഥ മുഖം എന്തെന്ന് SITയേക്കാൾ EDയുടെ അന്വേഷണത്തിൽ തെളിയാൻ സാധ്യതയുണ്ട്. ഈ രണ്ടുപേരുടെ അന്വേഷണം രണ്ട് തരത്തിലാണ്. SITയുടെ അന്വേഷണത്തിന്റെ പരിമിതികളെ പറഞ്ഞോളൂ. SITക്ക് ഒരിക്കലും സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അവരുടെ വിഷയമല്ല. അവരിതിൻ്റെ മറ്റുള്ള വഴിത്താരെ കൂടി മാത്രം സഞ്ചരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ SITയുടെ അന്വേഷണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികൾക്ക് ഗുണകരമായിട്ടാണ് ഭവിക്കുക. അവർ 90 ദിവസം കഴിഞ്ഞ് 110 ദിവസമായി ഇതുവരെയായിട്ട് ഒരു കുറ്റപത്രം കൊടുത്തിട്ടില്ല. അവർക്ക് കുറ്റപത്രം വേണമെങ്കിൽ 2-3 ഘട്ടമായിട്ട് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ചില അഭിഭാഷകരായിട്ട് സംസാരിച്ചവർ പറഞ്ഞത്. അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം 90 ദിവസം കഴിയുന്ന സമയത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ഇവർക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മറിച്ച് EDയുടെ അന്വേഷണങ്ങളില്ല. ED ഇതിനകത്ത് ഒന്നും അന്വേഷണം നടത്തുന്നില്ല. അവർ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുക. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, EDയുടെ അന്വേഷണത്തിലാണ് അവിടുത്തെ തന്ത്രിയുടെ പണം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. 2.5 കോടി രൂപ. ചേട്ടാ, തന്ത്രിയുടെ കാര്യം അവിടെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു നിർത്തി. നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരുടെ ശരിക്കുള്ള സമ്പാദ്യത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഒരു മുൻ മന്ത്രിയുണ്ട്, വേറെ പലരുണ്ട്. അപ്പോൾ ഇത് പുറത്തു വരുമോ EDയുടെ അന്വേഷണത്തിൽ? EDയുടെ അന്വേഷണത്തിൽ അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. 2 തരത്തിലാണ്. ഇപ്പം മന്ത്രി അടക്കമുള്ള ആളുകളുടെ മുൻമന്ത്രി അടക്കമുള്ള ആളുകളുടെ വീടുകളിലേക്ക് ED എത്തും എന്നുള്ളതാണ് പ്രശ്നം. അത് ഈ സാഹചര്യത്തിൽ എത്രത്തോളം എത്തുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധ്യമല്ല. പക്ഷെ ഒന്നുള്ളത്, ED പല രാഷ്ട്രീയ നേതാക്കന്മാരും വീടുകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അവരെല്ലാം EDയുടെ റഡാറിലാണ്. ആ റഡാറിലായിരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ED എത്തിച്ചേർന്നാൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സാണ് അന്വേഷിക്കുക. അപ്പം അതിൻ്റെ നല്ല എക്സാമ്പിളാണ് ഇപ്പോൾ ആന്റണി, അവിടുത്തെ പത്തനംതിട്ട MP. അയാൾ പണം വാങ്ങിച്ചു എന്നാലും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ പണം മടക്കി കൊടുത്തു എന്നയാൾ പറയുന്നത്. ഈ തരം പല ആളുകളും പല സ്ഥലത്തു നിന്ന് സംഭരിച്ചിരിക്കുന്ന പണം കടമാണെന്ന് നാളെ മടക്കി കൊടുക്കും എന്നൊക്കെയുള്ള വലിയൊരു പ്രചരണത്തിന് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ED സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും പലരുടെ സാമ്പത്തിക സ്രോതസ് വരവിൽ കവിഞ്ഞതാണെന്നുള്ള ഒരു റിപ്പോർട്ട് വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനമാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ശരിക്കും ഞെട്ടും. നമ്മൾ ഞെട്ടാൻ ഇപ്പം നമ്മൾ ആന്റണിയെ നമ്മളാരും വിചാരിച്ചില്ലല്ലോ. കോടികളൊക്കെ വളരെ നിസ്സാരം പോലെ 5 രൂപ എന്നൊക്കെ പറയും പോലെ പറയുന്നത്. ഇയാളിപ്പോൾ ആന്റണി പറഞ്ഞ് 2-2.5 കോടി എങ്ങാണ്ടാ പുള്ളിക്ക് വൃത്തിയായിട്ട് ഓർമ്മയില്ല. 2 രൂപ എന്ന് പറയുന്ന പോലും നമുക്ക് വലിയ കാര്യമാണ്. പക്ഷെ ഇവർക്ക് വലിയ കാര്യമില്ല. കാരണം ഇവർക്ക് ഇത്തരത്തിൽ പണം വരുന്നു. ഈ പണം കൊടുക്കുന്ന ആളുകൾ ഒന്നിലധികം ഏജൻസിമാർ ഒഴിക്കാണ് പോയി എന്നാണ് പറയുന്നത്. ഒരാൾക്ക് പണം കൊടുക്കുന്നു, അയാൾ വേറെ ആൾക്ക് പണം കൊടുക്കുന്നു, അയാൾ വഴിക്ക് ഈ പറയുന്ന MP പണം കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആളും ഈ പറയുന്ന MP നേരിട്ട് ബന്ധമൊന്നിലും വരുന്നില്ല. എന്ന് വെച്ചാൽ ബന്ധം ഉണ്ടാകാതെ ഇരിക്കത്തക്ക രീതിയിലാണ് MP എന്ന് പറയുന്ന ആൾ ഇത്തരം വിഷയങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് വിവരം കുറഞ്ഞ ആളുകൾ കേസിൽ പ്രതിയാവും. നല്ല വിവരമുള്ള വിദ്വാന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് കേസുകൾ മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടും. ഞാൻ മനസ്സിലാക്കുന്നത് നിലവിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പലരും കേസിൽ പെടാതിരിക്കാനുള്ള കാരണം അവർ കൃത്യമായിട്ട് ആസൂത്രണത്തിന് പിന്നിലുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നേരത്തെ പറയല്ലോ, ഇപ്പോ അയ്യപ്പ സംഗമം തന്നെ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന്റെ പിന്നാമ്പുറം കഥകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഓഡിറ്റ് റിപ്പോർട്ട് വന്നതിന്റെ പേരില്ല. ആ ഓഡിറ്റ് റിപ്പോർട്ട് വന്നില്ല. ഇപ്പൊ സർക്കാരാണ് ഓഡിറ്റ് ചെയ്യുന്നതിരിക്കട്ടെ, ഈ റിപ്പോർട്ട് നമ്മൾ കാണൂല.
സർക്കാരിന്റെ അടുത്തേക്ക് ഇത് എത്താതെ നേരെ കോടതിയിലേക്കാണ് എത്തിയത്. നേരെ കോടതിയിലേക്ക് അതിലാണ് അക്ടി പറ്റിയത്. അതെ, ഇന്ന് മുതൽ സ്വകാര്യ ഏജന്റാണ് നടത്തിയത്. അതെ, ഈ സ്വകാര്യ ഏജൻസി അല്ല നടത്തിയിരുന്നെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ഈ വിലയുള്ള ഇത്രയും വലിയ കട്ടിലിന്റെ കാര്യമൊന്നും അറിയത്തില്ല. അവരാകെ മൊത്തം ചെലവ് പറയും. ഒരു ദിവസം മറ്റേ മുഖ്യമന്ത്രിയുടെ താമസത്തിന് 3 ലക്ഷം രൂപ ചെലവ് പലതും ഒളിച്ചു വെക്കുകയും ചെയ്തത്. അപ്പൊ നമ്മൾ ശരിക്കും അങ്ങനെ ഡൂമില കിടന്നിരിക്കും. അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വ്യവസ്ഥകള്, 1 ലക്ഷം കൊടുത്തിട്ട് കട്ടിൽ വാങ്ങിക്കുന്നു, 2 ലക്ഷം റുപ്യ റൂമിൽ ചിലവാക്കുന്നു. ഇത്തരം കണക്കുകൾ കൃത്യമായിട്ട് വരാനുള്ള കാരണം അതിന് പ്രൈവറ്റ് ഓഡിറ്റ് നടന്നതിൻ്റെ പേരിലാണ്. ഈ പ്രൈവറ്റ് ഓഡിറ്റ് നടന്നു എന്ന് മാത്രമല്ല, അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അത്തരം നിരവധി നൂലാമാലകൾ അയ്യപ്പ സംഘം. ഇതിന് നമ്മൾ ഒരു വസ്തുത മനസ്സിലാക്കേണ്ട വസ്തുത, അയ്യപ്പൻ നമ്മൾ ധരിക്കുന്ന പോലെയല്ല. അയ്യപ്പൻ സർവശക്തനാണ്. ഈ തരത്തിൽ എല്ലാ കാവട്യങ്ങളെയും തുറന്ന് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അയ്യപ്പ സങ്കല്പത്തിന്റെ മഹത്തായിട്ടുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് ഇവിടെ പുറത്തു വരുന്നത്. അപ്പൊ നാളെ ആര് കെട്ടാലും അവർ പിടിക്കപ്പെടും. നമുക്ക് ചിലപ്പോൾ തോന്നും നാളെ പഴയ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ പിടിക്കൂല എന്നൊക്കെ തോന്നും. എല്ലാ സുരേന്ദ്രനും അകത്താവും ഇന്നലെ നാളെ. അല്ലെങ്കിൽ ഇതിന്റെ വസ്തുത തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്ത്രിയൊക്കെ നമ്മൾ ഒരിക്കലും വിചാരിച്ച പോലും ഇങ്ങനെയൊക്കെയുള്ള ഒരു അത് വിചാരിക്കാതിരിക്കത്തൊക്കെ എല്ലാവരും ഇപ്പൊ മറ്റേ മന്ത്രിക്ക് പങ്കുണ്ടെന്നല്ലേ പലർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആദ്യം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മന്ത്രിക്കും പങ്കുണ്ട്, തന്ത്രിക്കും പങ്കുണ്ട്. ഇവർ രണ്ടുപേരെയും സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അന്വേഷണം നടന്നിട്ട് ഇവർ ആരകത്തായാലും അത് ഒരിക്കലും പൊതുസമൂഹത്തെ ബാധിക്കില്ല. അല്ല ചേട്ടൻ പറഞ്ഞു ഈ ഇഡിയുടെ അന്വേഷണത്തിൽ അങ്ങനെ കൊണ്ടെങ്കിൽ ഒരു ഇതുണ്ടാകില്ല. ആ ഒരു സംശയത്തിന് എന്താ കാരണം? രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ സാധ്യതയില്ല. ഈ തന്ത്രിയുടെ കാര്യത്തിലായിരുന്നാലും മുൻ മന്ത്രിയുടെ കാര്യത്തിലായാലും ഇഡി അന്വേഷണം എന്ന് പറയുമ്പോൾ അവരുടെ ഈ അനധികൃത സമ്പാദ്യത്തിലേക്ക് പോകാനുള്ള മാത്രമേ പോകുള്ളൂ. അവിടെ ഒരു കൈകടത്തിൽ കേന്ദ്രത്തിൽ നിന്നോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര വലിയ താല്പര്യമുള്ള, അത്ര വലിയ സ്വാധീനമുള്ള ആളുകളൊന്നും അല്ലല്ലോ. അത്ര വലിയ സ്വാധീനമുള്ള ആളല്ല എങ്കിലും അദ്ദേഹം ഈ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടെയാണ്. അതെ, പക്ഷെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നിഴല് പോലും കരുനിഴലാണ് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ മേൽ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ ശരങ്ങൾ അദ്ദേഹത്തിന് മേൽ പതിച്ചിട്ടുണ്ട്. അത് ചേട്ടൻ പറയുമ്പോ ഈ ഭരണം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഇപ്പോൾ ഭരിക്കുന്നവർ ഇങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തിലേക്ക് പോകുന്നത്, ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിവീഴാൻ സാധ്യതയുണ്ടാകും. സാധ്യത വളരെ കൂടുതലാണ്. അന്ന് ചിലപ്പോൾ ഈ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ കൈ മലർത്തും. നമ്മൾ ഒന്ന് ധരിക്കേണ്ടത്, ഒരു രാഷ്ട്രീയ നേതാവും ഒരാളുടെ പിന്നിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്നിലും ആജീവനാന്തം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ നല്ല കാലത്തെ ആളുകൾക്ക് കൂടെ ഉണ്ടാവുള്ളൂ. ഈ കഷ്ടകാലം വന്നിട്ടുണ്ടെങ്കിൽ ഒരാളും കൂടെ ഉണ്ടാവില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. 1000 പേര് വരും. കരയുമ്പോൾ കരയേണ്ട നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരാളും കൂടെ വരാൻ സാധ്യതയില്ല. അതിന് സാധ്യത വളരെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയക്കുന്നതിൽ അർത്ഥമുണ്ട്. ഒരു സംശയം കരുതില്ല. കാരണം പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ കൈകള് ശുദ്ധമല്ല. ഇന്ന് മാത്രമല്ല, അദ്ദേഹം കൈവച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ മുമ്പിലാണ്. ആ കൈകൾ അദ്ദേഹത്തിന്, നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, തന്ത്രി പിടിക്കപ്പെടും നമ്മൾ ധരിച്ചോ? ഒരിക്കലും ധരിച്ചില്ല. തന്ത്രി കാട്ടിക്കൂട്ടി എന്തൊക്കെയാണ്? ഏറ്റവും വലിയ ഞാൻ തന്ത്രിയെ കുറിച്ച് എന്റെ പ്രധാനപ്പെട്ട വിഷയം, അന്ന് അദ്ദേഹം തന്ത്രസമുച്ചയം വായിച്ചിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ അല്ല, ഒന്നും അദ്ദേഹം തന്ത്രസമുച്ചയം വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കുഴിക്കാട്ട് വച്ച എന്ന് പറയുന്ന പുസ്തകത്തിന്റെ വ്യാഖ്യാനം നിശ്ചയമായിട്ട് ബോധ്യം വന്നിട്ടില്ല. അദ്ദേഹം ധരിക്കുന്നത് താൻ പിതൃ തുല്യനാണ്, അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ. അതല്ല ശരിക്കത്. അത് അദ്ദേഹം തന്ത്രസമുച്ചയത്തിന്റെ പുതിയ വ്യാഖ്യാനം എടുത്ത് പറയുകയാണ്. 1457 എഴുതിയിട്ടുള്ള ചേനാസ് നമ്പൂതിരിപ്പാടിന്റെ തന്ത്രസമുച്ചയമുണ്ട്. അത് പ്രകാരം തന്ത്രി അയ്യപ്പന്റെ പിതൃതുല്യനല്ല. എനിക്കൊരു സംശയം കരുതലില്ല. പിന്നെ എങ്ങനെ ഈ പുള്ളി എങ്ങനെ അച്ഛനാവുക? അങ്ങനെയാണ് ഇയാൾ ആരുടെയൊക്കെ അച്ഛനാവണം? ഈ പറയുന്ന തന്ത്രി അയ്യപ്പന്റെ അച്ഛനാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പുള്ളി ഏറ്റവും അപ്പന്റെ അച്ഛനാവും. അത് കഴിഞ്ഞ പുള്ളി ശ്രീരാം ക്ഷേത്രത്തിലിരിക്കുന്ന ശ്രീരാമേന്ദ്രന്റെ അച്ഛനാവും. ഈ ലോകത്തെല്ലാവരും അച്ഛൻ ഇയാൾക്കാവാൻ പറ്റുമോ? അത് സാധ്യമല്ല. അത് അശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായിട്ടുള്ള സങ്കല്പപ്രകാരം ഒരിക്കലും ഒരാൾക്കും ഒരു സ്ഥലത്തല്ലാതെ കണ്ട് മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ പിതൃസ്ഥാനീയത ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആധുനിക കാലത്ത് ചില അശാസ്ത്രീയമായിരിക്കുന്ന ചില ആളുകളുടെ തുടർച്ചയുടെ ഭാഗം മാത്രമാണ്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രിയുടെ നടപടിക്രമങ്ങളെല്ലാം ക്ഷേത്രവിരുദ്ധമാണ്. എനിക്കൊരു സംശയമില്ല. കാരണം അവിടുത്തെ വാതിൽപ്പാളികളുടെ ഒരു ചരിത്രമുണ്ട്. ശരിക്ക് വാതിൽപ്പാളികൾ തുറക്കണമെങ്കിൽ അവിടുന്ന് എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 മുട്ട് തന്ത്രിയെ മുട്ടുന്നത്. ഈ തന്ത്രി മുട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, അവിടെ ശരിക്കും മറ്റേ പണിക്കർ അവിടെ ഉണ്ട്. മഹേഷ് പണിക്കരല്ലേ അയാളുടെ പേര്? ആ മഹേഷ് പണിക്കരാണ് അവിടെ ഈ മേലെ എന്നുള്ള സാധനം താഴേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇന്ന് മാത്രമല്ല, ഈ വാതിൽ ആദ്യം പരിശോധിക്കുന്ന ആൾ മഹേഷ് പണിക്കരാണ്. ആ മഹേഷ് പണിക്കർ എന്തുകൊണ്ട് അറിഞ്ഞില്ല?
പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾ അറിയിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഇക്കാര്യത്തിൽ പങ്ക് വളരെ വലുതാണ്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് നിരവധി ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട്. അയ്യപ്പസ്വാമിയെയും അയ്യപ്പ ക്ഷേത്രങ്ങളെയും തച്ച് തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇന്ന് ഭരിക്കുന്നവരും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചേർന്നുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ഏതാണെങ്കിലും അയ്യപ്പനെ സംബന്ധിച്ച്, ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പനെ സംബന്ധിച്ച് എനിക്കൊന്നു പറയാൻ സാധിക്കും, അയ്യപ്പൻ സർവശക്തനാണ്. അതിന് ശക്തമായുള്ള തിരിച്ചടി ഏത് ഭരണപ്രസ്ഥാനങ്ങൾ, ഏത് അന്വേഷണ കമ്മീഷനുകൾ, SIT അടക്കമുള്ളവർ ആരൊക്കെ ഇതിന് തകിടം മറിക്കാൻ ശ്രമിച്ചാലും ഒരു തകിടം മറിയലും സംഭവിക്കില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയം എന്നെ സംബന്ധിച്ചില്ല. ഇതിന്റെ ഈ പറയുന്ന രീതിയിൽ തന്ത്രി കുടുംബത്തിന് ചുമതല നൽകിയിട്ടുണ്ടല്ലോ. ഈ തന്ത്രി കുടുംബത്തിന്റെ ചുമതല ഇനി അങ്ങോട്ട് വരും ഭാവിയിൽ ഇങ്ങനെ ഒരു കുടുംബം നോക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഈ അയ്യപ്പ സേവാ സംഘമോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരോ അനുവദിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഇതിനകത്ത് ഈ തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രി ആജീവനാന്ത തന്ത്രിയൊന്നുമല്ല. അല്ല, ആ കൺസെപ്റ്റ് മാറാൻ ഏതെങ്കിലും സർക്കാർ തയ്യാറാകണമല്ലോ. കാരണം തന്ത്രി എന്നൊക്കെ പറഞ്ഞാല് സേവാ സംഘത്തിലെ നമ്മുടെ ചേട്ടനുമായി സംസാരിച്ചപ്പോൾ, നമ്മുടെ RV ബാബു ചേട്ടനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് അങ്ങനെ ഒരു ഇതൊന്നും സർക്കാരിന് എടുക്കാൻ കഴിയില്ല, ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ദേവസ്വം ബോർഡാണെങ്കിലും അങ്ങനെ ഇത് ഒന്നും അറിയാത്ത തന്ത്രിയൊക്കെ എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ? അതെ, അങ്ങനത്തെ തന്ത്രി എന്നുള്ള സംവിധാനം ആവശ്യം ഉണ്ടാവാം. തന്ത്രി എന്ന് ഇപ്പൊ ഒരുപക്ഷെ കേരളത്തിൽ ഗവർണർ വേണ്ടെന്ന് എങ്ങനെയാ പറയാ? തീർച്ചയായിട്ടും പറയാൻ സാധ്യത. ഗവർണർ വേണം. ഗവർണർക്ക് യഥാർത്ഥമായിട്ടുള്ള ഭരണകാര്യങ്ങളെ സംബന്ധിച്ച് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അങ്ങനെ പരിജ്ഞാനമുള്ള ആളുകളെ ആക്കാം. ചേട്ടാ, അതിന് സാധ്യത ഉണ്ടാകും? അതിന് സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ നിരവധി തന്ത്രിമാരുണ്ട്. ഇപ്പൊ തന്ത്ര വിദ്യാപീഠം പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന തന്ത്രത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അവഗാഹമുള്ള നിരവധി ആളുകളുണ്ട്. അവരാണ് തന്ത്രിമാരാവേണ്ടത്. ഗണപതി ഹോമം ചെയ്യാൻ പോലും അറിയാത്തവരൊക്കെ എന്ത് ചെയ്യാനല്ലേ? ഗണപതി ഹോമം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി അറിയാൻ പാടില്ലേ പുള്ളിക്ക്? അതറിയാൻ പാടില്ലാത്ത ആളാണ് മറ്റേ പഴയ ശോഭാചന്ദ് കട്ടിലിൽ നിന്ന് കിടക്കപ്പായുന്ന മോഹൻരെ അയാൾ കൊണ്ടുപോയത്. അങ്ങനെയാണത്. ഈ പറയുന്ന ആളുകളല്ല നിശ്ചയിക്കേണ്ടത്. തന്ത്രമറിയാവുന്ന ഈ പറയുന്ന തന്ത്ര സമുച്ചയം വായിച്ചിട്ടുള്ള കുഴിക്കാട്ട് പച്ചയെക്കുറിച്ച്, കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞാൽ കണിപ്പയ്യൂരിന്റെയാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതെ, ഞാൻ ഈ 2 സാധനം വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിരിക്കുന്ന നിരവധി ആളുകൾ, പഠിച്ചിട്ടുള്ള ആളുകൾ ഇത്തരം സ്ഥാപനങ്ങളിൽ കൂടി വരുന്നുണ്ട്. അവരാണ് തന്ത്രിമാരാവേണ്ടത്. ഏതായാലും നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സംസാരിച്ച് വന്നു. നമുക്ക് തിരികെ പോകാം. അപ്പോൾ ED അന്വേഷണം ശരിക്കും ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എനിക്ക് തോന്നിയതാകാം BJP ഈ അന്വേഷണത്തിന് വളരെ, ഇപ്പം നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ഈ പറയുന്ന ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിലൊരു ഫുൾ ഇൻവോൾവ്മെന്റ് എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. എനിക്കതിന് പ്രധാനമന്ത്രി ഇൻവോൾവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഭരണ സംവിധാനം, ഏതാണെങ്കിലും ഭരണ സംവിധാനത്തിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. EDയുടെ അന്വേഷണം നേരായുള്ള വഴിക്ക് മുമ്പോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റണ്ട് മാത്രമായി തീരുമോ? ഒരിക്കലും ആവില്ല. അതിന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സമയത്ത് തന്നെ ഇതിന്റെ അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ പാരമ്യതയിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുറ്റവാളികളായിരിക്കുന്ന പലരും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവർ പലരും അകത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക രംഗത്തെ തകിടം മറിക്കുന്ന ചില ആളുകൾ, അവർക്ക് കൊടുക്കാവുന്ന ഒരു ഒന്നാന്തരം വാണിംഗ് ആയിരിക്കും EDയുടെ അന്വേഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കൈവിലങ്ങ് അണിയേണ്ടി വരും എന്ന ഭയം ഇപ്പോഴത്തെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്കുണ്ട്. അതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും അതാണ്. ഏതായാലും നമുക്ക് തുടർന്നും ഇരിക്കാം. തീർച്ചയായിട്ടും.